മന്ത്രിസഭാ തീരുമാനങ്ങൾക്കെതിരെ വിമർശനവുമായി നടൻ വിശാൽ. ഫിലിം ടെക്നോളജി ആൻഡ് സിനിമാറ്റോഗ്രഫി ആക്ട് വകുപ്പ് സംബന്ധിച്ച തീരുമാനമാണ് വിശാൽ ചോദ്യം ചെയ്തത്. തമിഴ് നടൻ, ചലച്ചിത്ര നിർമ്മാതാവ്, സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ വിശാൽ പ്രധാനമായും തമിഴ് സിനിമയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. സെണ്ടക്കോഴി, തിമിര, മാർക്ക് ആന്റണി തുടങ്ങിയ ഹൈ ഒക്ടേൻ ആക്ഷൻ ചിത്രങ്ങളിൽ അഭിനയിച്ചതിലൂടെയാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെടുന്നത്. മന്ത്രി രാജ്മോഹന് ഫിലിം ടെക്നോളജി, സിനിമാറ്റോഗ്രഫി വകുപ്പുകൾ അനുവദിച്ചതിന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്കെതിരെ അദ്ദേഹം പരസ്യമായി വിമർശനവുമായി രംഗത്തെത്തി. സിനിമയുമായി പതിറ്റാണ്ടുകളുടെ ബന്ധമുള്ള മുഖ്യമന്ത്രി വിജയ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതായിരുന്നു കൂടുതൽ അനുയോജ്യമെന്ന് വിശാൽ എക്സിൽ കുറിച്ചു. തമിഴ് സിനിമാ മേഖല നിലവിൽ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്മോഹനെ തരം താഴ്ത്തി പറയുകയല്ലെന്നും, എന്നാൽ സിനിമാ സംഘടനകളുടെയും നിർമ്മാതാക്കളുടെയും പ്രശ്നങ്ങൾ നേരിട്ടറിയുന്ന ഒരാളാണ് ഈ പദവിയിൽ വരേണ്ടതെന്നും വിശാൽ വ്യക്തമാക്കി. തമിഴ് സിനിമാ വ്യവസായത്തെ രക്ഷിക്കാൻ 3 ആവശ്യങ്ങളാണ് വിശാൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ചത്. ജനങ്ങളുടെ ബാധ്യത കുറയ്ക്കുന്നതിനും സംസ്ഥാനത്തിന് വരുമാനം ലഭിക്കുന്നതിനുമായി സർക്കാർ മേൽനോട്ടത്തിൽ സിനിമാ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം ആരംഭിക്കുക. ഒരു രാജ്യം ഒരു നികുതി എന്ന നയം നിലവിലുണ്ടായിട്ടും തമിഴ്നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഇരട്ട നികുതി സമ്പ്രദായം നിർത്തലാക്കുക. കഴിഞ്ഞ 9 വർഷമായി പരിഹരിക്കപ്പെടാത്ത ചെറുകിട ബജറ്റ് സിനിമകൾക്കുള്ള സബ്സിഡി തുക വർദ്ധിപ്പിക്കുക എന്നിവയാണ് ആവശ്യങ്ങൾ. മുഖ്യമന്ത്രിക്ക് ഇതൊരു നിവേദനമായി നൽകാമെന്ന് എനിക്കറിയാം. പക്ഷേ കഴിഞ്ഞ 9 വർഷമായി ഇത് അഭ്യർത്ഥിച്ചു വരികയാണ്. മിസ്റ്റർ രാജ്മോഹനെ താഴ്ത്തിക്കെട്ടുകയല്ല, പക്ഷേ ഇത് എന്റെ അഭിപ്രായം മാത്രമാണ്. മുഖ്യമന്ത്രിക്ക് ഞങ്ങൾക്ക് ആവശ്യമായ ആശ്വാസം നൽകാൻ കഴിയും. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.